കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന നിർമ്മല കൊടുക്കാനായിട്ട് നവ്യ നയനയൊക്കെ ഇറങ്ങി പുറപ്പെടുവാണ്. അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ എനിക്ക് വലിയൊരു ആപത്തൊക്കെ സംഭവിക്കുന്നുണ്ട് നിർമ്മലിനെ പിടികൂടാൻ പോകുന്ന സമയത്ത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു നിർമ്മലിനെ എങ്ങനെയാ കുരിക്കേ പറ്റുള്ളൂ. തന്റെ ചേച്ചിന് ഇമാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെ ഒരു കാരണവശാലും വെറുതെ വിട്ടുകൂടാ. അങ്ങനെ നവ്യയോട് തന്റെ മനസ്സിലുള്ള പ്ലാനും പദ്ധതികളും ഒക്കെ നയന പറയാണ്. അങ്ങനെ അവര് നിർമ്മലിനെ അന്വേഷിച്ച് പോയെങ്കിലും നിർമ്മലിനെ കണ്ടെത്താനൊന്നും സാധിച്ചില്ല. പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് രാത്രി തന്നെ നീ പുറത്തിറങ്ങി വരണം, നിന്നെ കാണണം, ബ്ലാക്ക് സാരി ഉടുത്തോണ്ട് വേണം നീ ഇറങ്ങി വരാനെന്നൊക്കെ നിർമ്മല ഒരു മെസ്സേജ് ഇടുവാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഓക്കെ കൊടുക്കുക, ഞാൻ ഇറങ്ങി വരാമെന്ന് പറഞ്ഞ് ഓക്കെ കൊടുക്കാൻ പറയാണ്. അങ്ങനെ ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. അപ്പൊ അഭിയോർത്ത് ഇന്നത്തോടുകൂടി അവളുടെ കാര്യത്തിലൊരു തീരുമാനമായി. അവൾ ഇറങ്ങി ചെല്ലും. അവൾ ഇറങ്ങി ചെല്ലുന്ന കാര്യങ്ങളൊക്കെ അവളും അവനും കൂടെ നിൽക്കുന്നതെല്ലാം താൻ മോളിൽ നിന്ന് ഷൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അവളുടെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്താവും. ഈ വീട്ടിലുള്ളവരെല്ലാവരും അറിയും. ഇന്നത്തോടു കൂടി അവളുടെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു. നാളെ മുതൽ അവൾ അനന്തപുരി തറവാണ്ട മരുമകളല്ല. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് അബി ഈ സമയത്ത് ഇരിക്കുമായിരുന്നു. അപ്പൊ അബി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവനോട് എവിടെ വന്ന് നിൽക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഷൂട്ട് ചെയ്യാൻ പാത്രം നിൽക്കണം, അത് മാത്രമല്ല അവളുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ കുറെയൊക്കെ പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിർമ്മല അതെല്ലാം അനുസരിക്കുകയും ചെയ്തു. ഈ സമയത്ത് നവ്യ പറഞ്ഞു എന്ത് ചെയ്യാനേ എനിക്കറിയത്തില്ല, എനിക്ക് ആ ടെൻഷൻ ആണെന്ന് പറയാം. ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കണം, ഞാനില്ലേ കൂടെയുള്ള, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ചേച്ചി ഒന്നും ഭയം ഭയക്കണ്ടെന്ന് പറയണം. അങ്ങനെ രാത്രിയാൻ വേണ്ടി നോക്കിയിരുന്നു. ആദർശ് ഉറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നയന പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. ഒരു ബ്ലാക്ക് സാരിയൊക്കെ ഉടുത്തു. നയന മുടി കിട്ടുന്ന പോലെ തന്നെ മുടിയൊക്കെ അഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങി അങ്ങ് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് അബിയുടെ അടുത്തുനിന്ന് നവ്യം പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. നയനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നവ്യക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. നമുക്ക് പോകണോ, നമുക്ക് ഈ റിസ്ക് ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, ഗേറ്റിന് വെളിയിൽ വരാനല്ലേ അവൻ പറഞ്ഞേ. അവനെ കാണട്ടെ, ഇന്നത്തോടു കൂടി അവന്റെ കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക്, പിന്നീട് വേണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാന്ന് പറയണം. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോവാണ്. അവർ പുറത്തേക്ക് പോയ സമയത്ത് ആദർശ് എന്ത് ചെയ്യുവാണ്, ആദർശ് പതുക്കെ എഴുന്നേറ്റു. അപ്പൊ ഇവർ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു പക്ഷേ നിർമ്മലിനെ അന്വേഷിച്ചിറങ്ങുന്നതായിരിക്കും. നിർമ്മൽ വരാന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അന്നെങ്കിൽ ഇത് അപകടമാണ്. അവൻ വന്നിട്ട് എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. പുറകെ ഭയത്തൊക്കെ പോയിട്ട് തന്നെ കാര്യം. ശബ്ദം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, ആദർശം ആ പുറകെ പോവാണ്. ഈ സമയത്ത് നയനയും കൂടെ പുറത്തേക്ക് വരുക. നവ്യനെയാണ് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നയന കൂളായിരുന്നു. ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ, നമ്മളിച്ച് ധൈര്യമൊക്കെ വേണ്ടേ നമുക്ക്, വെറുതെ ഒന്നുമല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോന്ന് പറയണം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം നയന പതുക്കെ ഒരു മാസ്ക് അങ്ങോട്ട് വെക്കുവാണ്. ഇനി ഒരു കാരണവശാലും തിരിച്ചറിയില്ല താനാന്നുള്ള സത്യം. അവനൊരു കാരണവശാലും അടുത്ത് വന്ന് മാസ്ക് മാറ്റിക്കഴിഞ്ഞ ശേഷം മാത്രം അറിയാവുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് വേണ്ടി നീ എത്രമാത്രം റിസ്ക് എടുത്ത നയനെ, എനിക്ക് പേടിയാവുന്നുണ്ട്. ചേച്ചി എന്തിനാ പേടിക്കണേ, ഞാൻ ചേച്ചിയുടെ അനിയത്തിയല്ലേ. ചേച്ചിക്ക് ഒരു വിഷമം വരുമ്പോൾ ചേച്ചിനെ സഹായിക്കേണ്ട ആള് ഞാനല്ലേ. എന്നാലും എന്നോട് ഇത്രയ്ക്ക് സ്നേഹം, ഞാൻ എത്രമാത്രം തെറ്റുകളൊക്കെ നിന്നോട് കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നീ അതൊന്നും മനസ്സിൽ വെക്കാതെ ഇപ്പം അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട. ഈ അവസരത്തില് ചേച്ചി അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട, എല്ലാം നല്ലതിന് വേണ്ടി മാത്രം കരുതിയാൽ മതി. പാന്നും പറഞ്ഞ് വിളിച്ചിറങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. പിന്നെ അങ്ങോട്ട് പുറത്തെ ഗേറ്റിന് അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് നവ്യോട് പറഞ്ഞ് ഇവിടെ നിന്നാൽ മതി, ചേച്ചി ഇവിടെ പതുങ്ങിയിരുന്നു, ചേച്ചി അങ്ങോട്ട് ഇറങ്ങി വരണ്ട, ചേച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയണം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ സമയത്ത് നയന എന്ത് ചെയ്യണം, തന്റെ തല വഴി ആ സാരി എടുത്ത് മൂടുവാണ്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ടെറസിന്റെ ബാൽക്കണിന്റെ അവിടെ വന്നിട്ട് അഭി നിൽക്കുന്നുണ്ടായിരുന്നു. അഭി നോക്കിയപ്പോ അവൾ ഇറങ്ങിയിട്ടുണ്ട്, നവ്യ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നീട് നിർമ്മലിനെ വിളിച്ച് നിർദ്ദേശം കൊടുക്കണം. അതെ, ഞാൻ പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ, അതെല്ലാം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നയന ഗേറ്റിന് വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് അബി പറഞ്ഞതേ അവള് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇനി നീ അവിടെ നിന്ന് പോരാൻ പറയാണ്. ആദർശ് എന്ത് ചെയ്യുവാണ്, ആ സമയത്ത് തന്നെ പോലീസുകാർക്ക് വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ സാറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ നിർമ്മൽ ഇന്ന് വരുമെന്ന് തോന്നേ, എൻ്റെ അനിയത്തിയും അല്ല നവ്യയും എൻ്റെ ഭാര്യയും കൂടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണം. സാർ ഒരു കാര്യം ചെയ്യാം, മഫ്തിയിലുള്ള 2 പോലീസുകാരെ അങ്ങോട്ട് വിടുവോ, ഒരു സെക്യൂരിറ്റി, ചിലപ്പോൾ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഇന്നത്തോടു കൂടി പൊക്കാന്ന് പറയാണ്. ശരി ആദർശം എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 പേരെയും കൂടി വിട്ടേക്കാന്ന് പറയുന്നുണ്ട് അവനെ പിടികൂടാനായിട്ട്. അപ്പൊ പോലീസുകാർ വന്നിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവന്മാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിർമ്മലിനെ പിടികൂടാനായിട്ട്. അങ്ങനെ നയനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. പുറത്തിറങ്ങിയപ്പോൾ രാത്രിയാണ്. നയനക്ക് ചെറിയതായിട്ട് പേടിയൊക്കെ തോന്നി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബൈക്ക് വരുന്ന കണ്ടേ.
ബൈക്ക് വരുന്ന കണ്ട നവ്യയുടെ ഉള്ളിൽ ചങ്കിടിപ്പോയി. ദൈവമേ, വരുന്നുണ്ട് അവന്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അവൻ അങ്ങനെ നയനെ ലക്ഷ്യമായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യുവാണ്, ആദർശ് കണ്ടു ബൈക്ക് വരുന്നത്. ദൈവമേ, അപകടത്തിലേക്കാണോ ചെന്ന് ചാടുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. പെട്ടെന്ന് ആദർശ് എന്ത് ചെയ്യുവാണ്, അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ പമ്മി ഇങ്ങോട്ട് വരുന്ന സമയത്താണ് അവൻ കാല് തെറ്റി വീഴാൻ തുടങ്ങിയത്. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി അങ്ങോട്ട് നോക്കിയപ്പോഴത്തേനും ആദർശിനെ കണ്ടു. ഇവൻ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്, പണി പാളിയും തോന്നേ എല്ലാം. അപ്പൊ ആദർശിനെ കണ്ട് പെട്ടെന്ന് ആ മറിഞ്ഞിരുന്ന നവ്യം കാണുവാണ്. ദൈവമേ, ആദർശാണല്ലോ വരുന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പക്ഷേ നയനേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമാവുമല്ലോ. തങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം വെളിയിലാവും. അത് പ്രശ്നമായാലോ, എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്നോർത്ത് നവ്യയ്ക്ക് ഒരു പേടിയെ. ഈ സമയത്ത് നവ്യയും കൂടെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് അഭി മോളിൽ നിന്ന് കണ്ടു. അപ്പൊ നവ്യേനെ കണ്ടു കഴിഞ്ഞപ്പോ ഓർത്തു, ദൈവം ഇവിടെ അപ്പൊ അങ്ങോട്ട് പോയേക്കുന്ന ആരാ? വേറെ ആരോ ആണ്. അതൊരു പക്ഷേ നയനയാണോ? ആ ചിന്ത ഉണ്ടായപ്പത്തിന് അപകടം എടുത്തു. അപ്പൊ രണ്ടും കൽപ്പിച്ചോണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒത്തോണ്ടുള്ള കളികളാണ്. എന്തോ പ്ലാൻ ഒപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ നിർമ്മലിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ താൻ കുടുങ്ങും. അവനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്ത വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അഭി അവിടെ നിന്നിട്ട് നിർമ്മലിനെ ഫോൺ ചെയ്യുകയാണ്. ഈ സമയത്ത് നിർമ്മൽ പതുക്കെ നയനയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ ബെല്ലടിച്ച് കഴിയുമ്പോഴത്തേനും എടുത്താക്കാൻ എടുത്തു കഴിയുമ്പോഴത്തേനും അഭിയെ വിളിച്ചുകൊണ്ടിരിക്കണേ. എന്താ അഭി നീക്കണം, എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടോ, നിനക്കിട്ടുള്ള പണിയാ വരണേന്ന് പറയാണ്. ഒന്നും മനസ്സിലായില്ല. എന്താ കാര്യം, നിന്നോട് ഞാൻ പറയുന്ന കേക്ക്, രക്ഷപ്പെടാൻ പറയണം. അപ്പൊ കയ്യെത്തും ദൂരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു നയന. അങ്ങനെ പണ്ട് തിരിച്ചങ്ങ് രക്ഷപ്പെടാൻ നോക്കിയപ്പോഴത്തേനും നയന അവനെ കയറി അങ്ങോട്ട് പിടിക്കുകയാണ്. അവിടെ നിൽക്കടാന്ന് പറഞ്ഞോണ്ട് ആ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യാ, പെട്ടെന്ന് അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വട്ടം തിരിക്കുകയാണ് നയനെ പിടിവിട്ട്. പക്ഷെ നയനെ എടുത്തടിച്ച് താഴെ കിടന്നു. താഴെ അയ്യോന്നും പറഞ്ഞ് വീഴുക. ആ സമയത്ത് അവൻ രക്ഷപ്പെടുക. ഈ സമയത്ത് അവനെ പിന്തുടർന്ന പോലീസുകാർ അവന്റെ പുറകെ ഓടുവാണ്. ഒരു കാര്യം അഭിക്ക് ഉറപ്പായി, കാരണം പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവന് പുറകെ പോലീസും ഉണ്ടെന്ന്. ഒരുപക്ഷെ ഇനി അവനെ പിടിച്ചേക്കാന്നൊരു ചിന്ത അഭിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ സമയം നിർമ്മല തന്റെ ജീവനെയും കൈ പിടിച്ച് ബൈക്ക് എടുത്തോണ്ട് വിട്ടുപോവാണ്. ആ പുറകെ പോലീസുകാർ ഓടുവാണ് ആ പുറകെ. കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം അവനോട് പമ്മി നിൽക്കുമായിരുന്നു നിർമ്മലിനെ പിടികൂടാനായിട്ട്. അങ്ങനെ വണ്ടി എടുത്തോണ്ട് പോലീസുകാർ അവന്റെ പുറകെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന നയനയുടെ അടുത്തേക്ക് നവ്യയും ആദർശം ഓടി ചെല്ലുവാണ്. അപ്പം നയനയുടെ കാലിനും കൈക്കും എല്ലാം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നയന. എഴുന്നേറ്റ് വരുത്തേക്കും നവ്യ ഓടിച്ചിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കണേ. കുഴപ്പമൊന്നുമില്ല, എനിക്ക് അവനെ പിടികൂടാൻ പറ്റില്ല എന്ന് പറയണം. ആദർശം വന്നിട്ട് നീ എന്ത് പരിപാടിയാണ് നയനെ കാണിച്ചേ? നീ എന്നെ വലിയ ഹീറോ എന്നാണ് നിന്റെ വിചാരം? നീ എന്ത് ഭാവിച്ചോണ്ടായി ചെയ്ത് കൂട്ടിയെന്നൊക്കെ ചോദിക്കണം. അല്ല ആദർശേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട, മുറിയിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അവനെന്തിന് ഈ അപകടത്തിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ ആ സമാധാനം പറഞ്ഞാലെന്ന് പറയാം. അത് ആദർശേട്ടാ, ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെത്തുന്നതിന് മുമ്പ് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ എന്തിനാ ഇതുപോലത്തെ പരിപാടിയെ കാണിച്ചേ? വാന്ന് പറഞ്ഞോണ്ട് പിടിച്ച് ഏൽപ്പിക്കുവാണ് പതുക്കെ. പക്ഷെ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിത്തില് അങ്ങോട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരാൻ തുടങ്ങുമ്പോൾ മുറി വെട്ടമെല്ലാം കണ്ടു. ദൈവം എല്ലാവരും എഴുന്നേറ്റം തോന്നേ. ആകെപ്പാടെ പ്രശ്നമായെന്ന് തോന്നേ. ഇനിയിപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് പറയും? അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാടെ പണി മൊത്തം പാളിയെന്നാ തോന്നേ. ഈ സമയത്ത് അഭി എന്ത് ചെയ്യുവാണ്, അഭി അവിടുന്ന് പതുക്കെ സ്കൂട്ടാവുകയാണ്. ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ നയനയും കൊണ്ട് അകത്തേക്ക് കയറി വരുവാണ്. നവ്യയും ആദർശം കൂടെ അവൻ പതുക്കെ പിടിച്ചോണ്ടൊക്കെയാ കയറി വരുന്നത്. കയറി വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശി എല്ലാവരും ഹാളിലുണ്ട്. എല്ലാവരും വന്ന് നിൽക്കുക. അവര് നവ്യ നയനയും കൂടെ വരുന്നുണ്ടും. പെട്ടെന്ന് മുത്തശ്ശൻ വന്നിട്ട് ചോദിച്ചു, എന്താ പറ്റി മോനെ, എന്താ പറ്റിയത്? നയനമോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അല്ല അത് മുത്തശ്ശൻ, എന്താ കാര്യം? നയനയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുവാണ്. മുത്തശ്ശനൊക്കെ വല്ലാത്ത വേവലാതി പോയി. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. ദേവേനി പെട്ടെന്ന് ചോദിച്ചു, എന്താടാ ആദർശം ഇത്? ഈ പാതിരാത്രി നിങ്ങൾ എവിടെ പോയതാ? ഇവൾക്ക് ഇത് എന്തു പറ്റിയാന്ന് ചോദിക്കട്ടെ. കയ്യിലും കാലിലും ഒക്കെ മുറിവുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് നയന നിൽക്കുന്നതന്നെ. പെട്ടെന്ന് നവ്യ പറഞ്ഞു, അത് നവ്യയോടും ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പൊ നവ്യ അത് പറയാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ആദർശം, നവ്യ നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറയാണ്. ഇവൾക്ക് രാത്രിയിൽ പുറത്തിറങ്ങിയാണ് തട്ടുദോശ കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പൊ അവളെയും കൂടി ഞാൻ പുറത്തേക്കൊന്ന് പോയതായിരുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് അവിടെ കടയിലേക്ക് അങ്ങോട്ട് പോയതാണ്. ഈ സമയത്ത് മദ്യപിച്ച് ഒരാൾ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നേ. പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായി. അപ്പം നവ്യയും പുറകെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു പറയാണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവനിക്ക് അത്രയും കൂടെ വിശ്വാസം വരുന്നില്ല. ജലജ ഇങ്ങനെ അന്തം വിട്ടാണ് നോക്കുന്നത്. അപ്പൊ ആ മദ്യപിച്ചു വന്ന അവന്റെ ബൈക്ക് ചെറുതായിട്ടൊന്ന് തട്ടി. ആ സമയത്ത് താഴെ വീണാണ് ഇങ്ങനെ ഈ അപകടം ഉണ്ടായെന്ന് പറയണം. മുത്തശ്ശൻ ചോദിച്ചു, എന്താ ഇതൊക്കെ ഈ കേൾക്കണമൊക്കെ? എന്നാലും നീ ആ ബൈക്കിന്റെ നമ്പർ നോട്ട് ചെയ്തില്ലേ? അവനെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതെന്ന് ചോദിക്കണം. അത് പെട്ടെന്നുണ്ടായ സംഭവം ആയതുകൊണ്ട് ഒന്നും അവന്റെ ബൈക്കിന്ന് നമ്പറൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ രക്ഷിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഞങ്ങൾ. താഴെ വീണ് നടക്കുമ്പോൾ എന്തോ അപകടം പറ്റിയെന്ന് ഓർത്തോണ്ട്
പെട്ടെന്ന് ഓടിച്ചത് എടുക്കുക ചെയ്ത് അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്തില്ലെന്ന് പറയണം. അപ്പം നവ്യേനും ചീത്ത പറയുന്നുണ്ട്. ജലജ പറഞ്ഞു കൊള്ളാം, നല്ല കഥയായിട്ടുണ്ട്, ഈ കഥയൊക്കെ ഞങ്ങൾ വിശ്വസിക്കണോ അല്ലേ? അവള് പോയ പുറകെ നവ്യയും കൂടെ ഇറങ്ങിപ്പോയിരുന്നു, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ആദർശം എന്ത് കള്ളത്തരം? കള്ളത്തരം ഒന്നും ഇല്ലാന്ന് പറയണം. ദേവേനി പറഞ്ഞു പാതിരാത്രി അവൾക്ക് ഒരേ മോഹം, ഇന്നാൾ ഇതുപോലെ തന്നെയായിരുന്നു. പാതിരാത്രി രണ്ടുപേരും കൂടെ പോയത്, അന്ന് ഇതുപോലൊക്കെ തന്നെ വന്നു, ഇന്ന് ഇതുപോലൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ടൊന്നൊരു കാര്യമല്ല, എല്ലാത്തിനും വളം വെച്ചു കൊടുക്കുന്ന അവനല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. നയനയുടെ അവസ്ഥ കാണുമ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക, ഒരു റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് പോയാലോ, അല്ല ഡോക്ടർ ഇങ്ങോട്ട് വിളിച്ചു വരുത്താന്ന് പറയണേ. വേണ്ട, അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഇല്ല മുത്തശ്ശി എന്ന് പറയണം. നാളെ നേരം വെളുക്കുന്നവരെ നോക്കാം, നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ പോകാന്ന് പറയണം, അല്ല ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതി എന്ന് പറയണം. പക്ഷെ മുത്തശ്ശന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു മോളെ ഇനി വെച്ചോണ്ടിരിക്കേണ്ട, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മുത്തശ്ശ. മുത്തശ്ശൻ ധൈര്യമായിട്ട് ചെയ്യാൻ പറയണം. അങ്ങനെ നയന് പതുക്കെ എന്ത് ചെയ്യണം, മുറിയിലേക്ക് പോകാൻ നോക്കുമ്പോഴത്തേന് നയനയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വയ്യാതെ വല്ലാത്ത വേദന. ഇത് കണ്ടപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നീ അവളെ അങ്ങ് എടുത്തോണ്ട് പോടാ, അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. ആദർശ് പരിമി നിൽക്കുക. മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ നാണിക്കണേ, നിന്റെ ഭാര്യയല്ലേ, നീ അവളെ എടുത്തോണ്ട് പോയി റൂമിൽ കൊണ്ടേ ആക്കാൻ പറയാണ്. ദേവേനി ഇങ്ങനെ ദേഷ്യപ്പെട്ട ഇങ്ങനെ നോക്കണത്. നയനയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. ആദർശ് പതുക്കെ നയനെ അടുത്തേക്ക് വരുവാണ്. നയനേനെ അങ്ങ് പൊക്കിയെടുത്ത് കാണാൻ സ്റ്റെയർ കേസ് കയറി പോകണം. അങ്ങനെ പൊക്കിയെടുത്തോണ്ട് അങ്ങ് റൂമിലേക്ക് കയറി പോകണം. ഇത് കണ്ട് ദേവേനി ഭ്രാന്തളകി പോലെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന നയനയും ആദർശം ഒന്നിക്കാൻ പോകുന്ന കുറച്ച് നല്ല നിമിഷങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.